അസ്സലാമു അലൈക്കും. അമാനി മൗലവി തഫ്സീർ വായന ഭാഗം 7. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ മാത്രമല്ല അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, മറ്റനേകം വഹയുകളും ദൈവിക സന്ദേശങ്ങളും ലഭിക്കാറുണ്ടായിരുന്നു. ഒരു ഹദീസിൽ തിരുമേനി ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു: അറിഞ്ഞേക്കുക, എനിക്ക് ഖുർആനും അതോടുകൂടി അത്ര വേറെയും നൽകപ്പെട്ടിരിക്കുന്നു. മറ്റൊരു ഹദീസിൽ തിരുമേനി ചെയ്ത വിധിവിലക്കുകളെ ചൂണ്ടിക്കൊണ്ട് അവിടുന്ന് ഇങ്ങനെ പറയുന്നു: അവ ഖുർആനോളമോ അല്ലെങ്കിൽ അതിനേക്കാൾ അധികമോ ഉണ്ടായിരിക്കും. ആകയാൽ വഹയ് എന്ന് പറയുന്നതിൽ ഖുർആനും ഖുർആനല്ലാത്തതും ഉൾപ്പെടുന്നു. നബി വചനങ്ങളിൽ നിന്ന് മാത്രമല്ല, പല ഖുർആൻ വചനങ്ങളിൽ നിന്നും ഈ വാസ്തവം മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടെയായി അള്ളാഹു പറയുന്നു: വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ. അൻ-നിസാ 113. അള്ളാഹു നിനക്ക് വേദഗ്രന്ഥവും ഹിക്മത്തും വിജ്ഞാനവും ഇറക്കി തന്നിരിക്കുന്നു. സത്യവിശ്വാസികളോട് അള്ളാഹു പറയുന്നു: വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും വമാ അൻസല അലൈക്കും മിനൽ കിതാബ് വൽ ഹിക്മ. അൽ-ബഖറ 231. നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹവും വേദഗ്രന്ഥത്തിൽ നിന്നും വിജ്ഞാനത്തിൽ നിന്നുമായി നിങ്ങൾക്ക് അവൻ ഇറക്കി തന്നതും നിങ്ങൾ ഓർമ്മിക്കുവിൻ. പ്രവാചകന്മാരോട് അള്ളാഹു വാങ്ങിയിട്ടുള്ള ഒരു കരാർ അനുസരിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ലമാ ആതീതുക്കും മിൻ കിതാബിൻ വഹിക്മത്തിൻ സുമ്മ ജാഅക്കും റുസുല. ആല ഇമ്രാൻ 81. വേദഗ്രന്ഥമോ ആയോ വിജ്ഞാനമായോ ഞാൻ നിങ്ങൾക്ക് വല്ലതും നൽകുകയും പിന്നീട് നിങ്ങളുടെ വശമുള്ളതിനെ സത്യമാക്കുന്ന ഒരു റസൂൽ നിങ്ങളിൽ വരികയും ചെയ്താൽ നിശ്ചയമായും നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും വേണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യോദ്ദേശ്യം വിവരിക്കുന്ന മധ്യേ അള്ളാഹു പറയുന്നു: യുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. അദ്ദേഹം അവർക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കും.